അലൈൻ സൂ 400 ഹെക്ടേഴ്സിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന UAE ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് സൂ ആണ് അലൈൻ സൂ. ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആണ് 1968 ഈ സൂ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ മെയിൻ റീസൺ ടു പ്രിസർവ് ദ വൈൽഡ് ലൈഫ് ആൻഡ് എക്കോളജി ഓഫ് ദ കൺട്രി. ഇവിടെ നമ്മൾ പല രീതിയിലുള്ള ടിക്കറ്റ്സ് എടുക്കാം. നമ്മൾ ഷട്ടിൽ സർവീസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ്സാണ് എടുത്തത്. ദാറ്റ് ടു നമ്മളെ എല്ലാ സ്പോട്ടിലും ഇതിൽ കൊണ്ടുപോവില്ല. ഇവർക്കൊരു 4 സ്പോട്ട്സ് ഉണ്ട് ഫോർ ഷട്ടിൽ സർവീസ്. അപ്പം ഒരു പോയിന്റിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള പ്ലേസസൊക്കെ നമ്മൾ നടന്ന് തന്നെ കാണണം. ആൻഡ് ഫസ്റ്റ് സ്പോട്ടിലെ മെയിൻ അട്രാക്ഷൻ ഫീഡിങ് ദ ജിറാഫ് ആയിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ വിശപ്പ് മാറി. ബാക്കി 2 ഉള്ളതിന് നമ്മുടെ ഭക്ഷണം വേണ്ട. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഫൈനലി കറങ്ങി തിരിഞ്ഞ് പിഴഞ്ഞ് വന്നു. ഇത് ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അഴിക്കാൻ പറ്റിയെന്നും അവിടെയെങ്കിലും ഞാൻ ആശിച്ചു പോവാണ്. കാരണം അത്രയും വെയിറ്റ് ചെയ്തു നമ്മൾ. പക്ഷേ അത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഗ്രാസ് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. പിന്നെ ജിറാഫിനെ കാണുമ്പോൾ നമുക്ക് ക്യൂട്ടായിട്ട് ദൂരെ നിന്നേ തോന്നുള്ളൂ. അടുത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ. പക്ഷേ എൻ്റെ പിള്ളേർ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ദേ വർ സോ എക്സൈറ്റഡ്. അപ്പം വർത്ത് ദ വെയിറ്റ് എന്ന് പറയാം ഈ ഫീഡിങ് സെറിമണിക്ക്. ഇടയിൽ റീഫ്രഷ്മെൻറ്റ് മസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെപ്റ്റൈൽസിനെയും പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെയും ഒക്കെയാണ്. ഹിപ്പോപ്പൊട്ടാമസിനെ റിവർ ഹോഴ്സ് എന്നും പറയും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അറിയണോ, ഇവരുടെ ദേഹത്തൊരു റെഡ് കളറിൽ മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ആക്ച്വലി അവരുടെ ബോഡി തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് ടു പ്രൊട്ടക്ട് ദെയർ സ്കിൻ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? പിന്നെ നിറം മാറുന്നതിൽ മനുഷ്യരോട് തോറ്റ കുറേ ഓന്തുകൾ, ഇഗ്വാന, സ്നേക്ക്, റെപ്റ്റൈൽസിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇഗ്വാനിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ പല്ലീനെ പോലെ തോന്നും. പിന്നെ തോന്നും ഓന്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് എന്നാൽ ക്രോക്കഡൈൽ എത്തിയിട്ടില്ലെന്ന്. ഇനി നമ്മൾ പോകുന്നത് മഗ ക്രോക്കഡൈലിലേക്കാണ്. എത്ര സമയം അറിയും ഇവരിങ്ങനെ സ്റ്റാച്യു പോലെ ഇരിക്കുക. കുറച്ച് സമയം നമ്മൾ ഡൗട്ട് ചെയ്യും, അയ്യോ ഇത് പ്രതിമയാണോ അതോ റിയൽ ആണെന്ന്. പക്ഷേ ഇവന്മാർ റിയലാണ് കേട്ടോ. എനിക്കില്ലേ ഈ അലിഗേറ്ററും ക്രോക്കഡൈലും എപ്പോഴും കൺഫ്യൂഷൻ ആവും. ഇത് ക്രോക്കഡൈലാണെന്ന് അവിടെ കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് ഈ സംശയം വരാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മംഗൂസാണ്, കീരികൾ. ഇവരോട് കൂടി റെപ്റ്റൈൽസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ശരിക്കും ആഫ്രിക്കൻ എലിഫൻസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. പക്ഷെ അതിപ്പം അൺഫോർച്ചുനേറ്റ്ലി ടെമ്പററിലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് ചീറ്റേനെ കാണാൻ. ശരിക്കും പേടിയാവും കേട്ടോ. കാരണം നമുക്ക് നോക്കുമ്പം അവന്മാരൊന്ന് ഓടി വന്നാൽ നമ്മളുടെ കഴുത്തിന് കയറി പിടിക്കാവുന്ന ദൂരത്താന്നുള്ളൊരു ഫീലാണ് ഉള്ളത്. പക്ഷെ നല്ല മെജസ്റ്റിക് ആൻഡ് പ്രൈഡ് തുളുമ്പുന്ന മുഖങ്ങളാണ്. ചീറ്റയുടെ അടുത്ത് തന്നെ ഏരിയയിൽ ഹൈനാസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കണ്ടിരുന്നു ബോർഡ്. പക്ഷേ നമുക്ക് ഒരു ആനിമലിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടുന്ന് ഷട്ടിലെടുത്ത് സെക്കൻഡ് ഏരിയയിലേക്ക് പോയി. അവിടെയാണ് ഈ മഹാന്മാരുള്ളത്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗസെയിൽസ് ഒക്കെയാണ്. ഫ്ലെമിംഗോസിൻ്റെ 2 സ്പീഷീസ് ഇവിടെ ഉണ്ട്. ചീലിയൻ ഫ്ലെമിംഗോയും ഗ്രേറ്റർ ഫ്ലെമിംഗോയും. ഗ്രേറ്റർ ഫ്ലെമിംഗോൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഗ്രിൽസിൻ്റെ കൂടെ കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ഇവൻ്റെ പേരാണ് വൈൽഡ് ക്യാറ്റ്. പൂച്ചയുടെ മുഖമാണെങ്കിലും ശരിക്കൊരു പുലിയുടെ ഒരു ശൂരത്വം ഉണ്ട്. ഇത് വൾച്ചേഴ്സ്. ഇവന്മാരെപ്പോഴും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ കേട്ടോ നിൽക്കുക. ഇടയ്ക്ക് ഇതിലൂടെ ഒരു പറക്കുകയും ചെയ്യും. അയ്യോ അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ശരിക്കും നമുക്ക് പേടിയാവും. പ്രഡേറ്റേഴ്സ് തന്നെ ആ ലുക്കിൽ തന്നെയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നക്ഷത്ര ആമയുടെ പല വകഭേദങ്ങളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം സമയം തന്ന ഒരാളാണ് സൈബീരിയൻ ടൈഗർ, അല്ലെങ്കിൽ ആമൂർ ടൈഗർ എന്ന് പറയാം. മെജസ്റ്റിക് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ മുഖത്തിൻ്റെ ഫോട്ടോ കിട്ടിയില്ല ഞങ്ങൾക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓറിക്സ് ഉണ്ട് കേട്ടോ. അറേബ്യൻ ഓറിക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഹോണ്ടായിട്ടുള്ള ഡെസേർട്ട് ആൻറ്റിലോപ്പാണ്. പിന്നെ മങ്കീസിൻ്റെ ഒത്തിരി സ്പീഷീസ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഗറില്ലാസിൻ്റെ അടുത്തേക്കാണ്. എന്ത് ഹ്യൂജാന്നറിയുമാർ. ശരിക്കും നമുക്ക് കണ്ടാൽ പേടിയാവും. ഈ ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഇത്രയും വലുപ്പമുള്ള ആൾക്കാർ ഇരിക്കുമ്പോഴേ മനുഷ്യരുടെ പോലൊക്കെ തന്നെയുള്ള പെരുമാറ്റമാണ് തോന്നുന്നത്. പിണങ്ങിയിരിക്കുന്ന പോലത്തെ എനിക്ക് തോന്നി കുറച്ചുകൂടെ നോക്കിയപ്പോൾ. രസമാണ് ഇവരെ കണ്ടിരിക്കാൻ.
ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വൈറ്റ് റൈനോ, സദേൺ വൈറ്റ് റൈനോ. ഒരു ആഫ്രിക്കൻ രീതിയിലുള്ള ഒരു എൻവയൺമെൻറ്റാണ് ഇവർക്ക് വെച്ചിട്ടുള്ളത്. ഇവരുടെ അടുത്ത് തന്നെ കുറച്ച് ജിറാഫും അപ്പുറത്ത് സീബ്രയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എല്ലാ ആനിമൽസിൻ്റെയും വീഡിയോ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറിംഗ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇത് പിന്നെ ഇനി ബേർഡ്സിൻ്റെ സെക്ഷനാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഫ്ലമിംഗോസ് ഉള്ള, ഗ്രേറ്റർ ഫ്ലമിംഗോസ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മങ്കി. എന്ത് രസത്തിലാണ് ചാടി കുത്തിമറിഞ്ഞ് പോകുന്നതെന്നോ, കുറേ നേരം കണ്ടിരിക്കുക. ഇനി നമ്മൾ പോയിന്റ് 3ലേക്ക് പോയി. ഇതൊരു മ്യൂസിയമാണ്. ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ലീഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബിൽഡിങ്. ആ ബിൽഡിങ് തന്നെ വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്ലേസ് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാർ ഓരോന്ന് പോയി തൊടാനും അത് നാശാക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പെട്ടെന്ന് തന്നെ റാപ്പപ്പ് ചെയ്ത ഒരു പോയിൻ്റാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് ഹിസ്റ്ററി, എങ്ങനെയാണ് അബുദാബി ഈ ഒരു ലെവലിലേക്ക് ഗ്രോ ചെയ്തത്, ഫ്യൂച്ചർ ഓഫ് UAE എല്ലാം ഇവിടെ നല്ല ഭംഗിയായിട്ട് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയവും സന്ദർഭവും ഉള്ളവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു പ്ലേസാണ്. അൺഫോർച്ചുനേറ്റ്ലി വി ഹാഡ് ടു റഷ് ഫ്രം ദർ. ഇനി ദ ലാസ്റ്റ് ആൻഡ് 4th പോയിന്റ്. ഇവിടെ കുറച്ച് ബേർഡ്സും ആടുകളും ഒക്കെ, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഏരിയാസ്. പിന്നെയും കൂടുതൽ പല പാസേജസും നമ്മൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ പ്ലേസസ് ഉണ്ടോയെന്നും അറിയില്ല. ഒയാസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ പിള്ളേരെയും കൊണ്ട് പോകാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കാരണം ഞങ്ങൾ വളരെ മിനിമലായിട്ട് ഇത് അവസാനിപ്പിച്ചു. വി എൻജോയ്ഡ് ദ ട്രിപ്പ്. വളരെ നല്ലതായിരുന്നു, എസ്പെഷ്യലി ഈ ക്ലൈമറ്റിൽ. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ കോൾഡ് സമയത്ത് പോകുന്നതാണ് നന്നാവുക. അപ്പോൾ നമുക്ക് ക്ഷീണം കുറച്ചേ തോന്നുള്ളൂ. അലയിൽ വന്നിട്ട് ഒരു 1 ഡേ വളരെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഇൻഫർമേറ്റീവും ആണ്, ഇൻട്രസ്റ്റിങ്ങും ആണ്. പിള്ളേരും നമ്മൾ ഒരുപോലെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Bye for now.